ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് ചേച്ചി വന്നിട്ടുണ്ടേ. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു മെസ്സേജാണിത്. ഇത് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ, ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഞങ്ങളെക്കാളൊക്കെ വളരെ സീനിയറായിട്ട് പഠിച്ച, ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള മലയാളം പ്രൊഫസറായിട്ട് കാലടി ശ്രീശങ്കര കോളേജിൽ നിന്നും റിട്ടയർ ചെയ്ത ഞങ്ങളുടെ ഒരു എന്താ പറയുന്നത് ഒരു ചേച്ചിയാണ്. ടീച്ചറും പ്രൊഫസറൊക്കെ ആണെങ്കിലും ഞങ്ങൾ ചേച്ചി എന്ന് വിളിക്കുന്നത് കേട്ടോ. ആ ചേച്ചി ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിലിട്ടൊരു മെസ്സേജാണിത്. ആരെ എഴുതിയെന്ന് എനിക്കറിയില്ല. ഞാൻ ചേച്ചിയോട് തന്നെ ചോദിക്കട്ടെ, ചേച്ചി ഇത് ആരെ ചേച്ചി എഴുതിയത്? ചേച്ചിക്ക് എങ്ങനെ കിട്ടിയത്? അതോ ചേച്ചി തന്നെ ഇത് എഴുതിയതാണോ? എനിക്കറിയില്ല എന്താന്ന്. എന്തായാലും ചേച്ചി അന്ന് ഈ ഒരു മെസ്സേജ് ഇട്ടപ്പം പെട്ടെന്ന് മെസ്സേജ് വായിച്ചു പോയി. ഗ്രൂപ്പിൽ എല്ലാവരും വെരി ടച്ചിങ് എന്ന് പറഞ്ഞെങ്കിലും അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആ മെസ്സേജ് ഒന്നും കൂടി, ചില മെസ്സേജുകൾ നമുക്ക് അങ്ങനെയാണല്ലേ, നമ്മൾ ഒന്നും കൂടി ഒന്ന് വായിക്കും, ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആവും ചില മെസ്സേജുകൾ അല്ലേ. അങ്ങനെ ഞാൻ ഒന്നും കൂടിയും രണ്ടും കൂടിയും മൂന്നും കൂടി ഒരുപാട് പ്രാവശ്യം വായിച്ച ഒരു മെസ്സേജാണ്. ഞാൻ വിചാരിച്ചു കുറച്ച് ഇതിൻ്റെ വാക്കുകൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ മെസ്സേജ് വായിക്കാൻ പോകുന്നത്. ഇത് വേറെ ഒന്നുമില്ല, നമ്മുടെ ചെറുപ്പകാലവും പിന്നെ നമ്മൾ ഓൾഡ് ആയിട്ടുള്ള ആ കാലവും തമ്മിലുള്ള ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ വായിക്കാം. ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാലോ, എന്നാലും ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അതിൻ്റെ മലയാളം കൂടി പറയാട്ടോ. വെൻ ഐ വാസ് യങ് ഐ ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു വേക്ക് അപ്പ്. വെൻ ഐ ആം ഓൾഡ് ഐ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു സ്ലീപ്പ്. എന്തൊരു കറക്റ്റാ അല്ലേ? ശരിക്കും നമ്മൾ ചെറുപ്പത്തിലെയൊക്കെ നമുക്ക് എഴുന്നേക്കാൻ എന്തൊരു മടിയായിരുന്നല്ലേ. രാവിലെയൊക്കെ എഴുന്നേക്കാനായിട്ട് നമ്മുടെ അമ്മമാരല്ലേ കൂടുതലൊന്നും വിളിക്കുന്നത്, അല്ലെങ്കിൽ അലാം. അന്നൊക്കെ നമ്മുടെ മറ്റേ വലിയൊരു അലാം ആയിരുന്നല്ലോ, അതിന് കൃന്നും പറഞ്ഞടിക്കുന്ന ഒരു അലാം. ആ അലാം അടിക്കുമ്പോഴത്തേക്കും നമുക്ക് ദേഷ്യമായിരുന്നല്ലേ. പുതപ്പൊക്കെ വലിച്ച് നമ്മളൊന്നും കൂടി മൂടി കിടക്കാനായിട്ട് നോക്കും അല്ലേ. വെളുപ്പാവരുത്, അതും മഴയും ഇടിയും കാറ്റൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് കിടക്കണമെന്ന് തന്നെ തോന്നും. അങ്ങനെ പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിലൊക്കെ പോണ ദിവസങ്ങളാണെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും അല്ലേ. മോസ്റ്റ് ഓഫ് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ ഗെറ്റിംഗ് ഓൾഡ് ആവുമ്പം നമുക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്. നമുക്ക് ഉറക്കം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് പല വിധത്തിലുള്ള ചിന്തകൾ, നമുക്ക് പല വിധത്തിലുള്ള അസുഖങ്ങൾ, മരുന്നെടുത്താലും ഉറക്കമില്ലായ്മ, ചിലപ്പം മരുന്ന് ഉറക്കത്തിൻ്റെ ഗുളിക എടുത്താലും കുറച്ചുറങ്ങും, പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുക്കണമെന്നാണ്. അങ്ങനെ അത് കറക്റ്റല്ലേ, ഭയങ്കര ആപ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് കേട്ടോ. ശരിക്കും ഈ എല്ലാ ഫേസിൽ കൂടെയും നമ്മളെല്ലാവരും കടന്നു പോകേണ്ടവരാണ്. നമ്മുടെ ചെറുപ്പകാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഒരു എന്താ പറയുന്ന ഒരു മധ്യ ആ ഒരു ഇതിലായിരിക്കും ചിലപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ കുറേ പേര് യങ്സ്റ്റേഴ്സ് ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ ശരിക്കും ഇനി ഓൾഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ നമ്മളെല്ലാവരും ഫേസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് വായിക്കാമെന്ന് വിചാരിച്ചത്. ഇതിനെപ്പറ്റി നമ്മൾ പറയാനിരുന്ന എത്രമാത്രം പറയാനുണ്ടാവും അല്ലേ. ഇത് അതിനകത്ത് അവർ എഴുതിയിട്ടുണ്ട്, ദ റിയാലിറ്റി ആൻഡ് ട്രൂത്ത് ഓഫ് ലൈഫ് സോ ബ്യൂട്ടിഫുള്ളി റിട്ടൺ, യങ് ആൻഡ് ഓൾഡ്. അതാണ് ഇതിന്റെ ക്യാപ്ഷൻ. വെൻ ഐ വാസ് യങ് ഐ വാസ് വറീഡ് അബൌട്ട് മൈ പിമ്പിൾസ്. വെൻ ഐ ആം ഓൾഡ് ഐ ആം വറീഡ് അബൌട്ട് മൈ റിങ്കിൾസ്. അത് എത്ര അർത്ഥവത്താണല്ലേ. നമ്മുടെ ആ ഒരു കൗമാര കാലഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ സ്കൂളല്ല കോളേജിലൊക്കെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഒരു മുഖക്കുരുവെങ്കിലും ഇല്ലാത്ത ലേഡീസ് ഉണ്ടായി കാണില്ല അല്ലേ. ലേഡീസിനാണ് പ്രത്യേകിച്ച് മുഖക്കുരു വരുന്നത്. അപ്പം അന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആരോ നമ്മളെ മോഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആരോ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ എങ്ങനെയൊക്കെയോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം അത് കേൾക്കുമ്പോഴൊരു സുഖമാണല്ലേ. പിന്നെ നമ്മൾ ആ പിമ്പിള് കളയാനായിട്ട് എന്തൊക്കെ നോക്കുമായിരുന്നല്ലേ. എന്തൊക്കെയോ നമ്മൾ ചന്ദന അരച്ച് വരട്ടും, ചിലർ പറയും പൊട്ടിക്കരുതെന്ന് പറയും, ചിലർ പറയും പൊട്ടിക്കണമെന്ന് പറയും. അന്നൊന്നും നമുക്ക് ഇതുപോലത്തെ ഇങ്ങനെ ബ്യൂട്ടീഷ്യനോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. നമ്മുടെ ഒരു യങ് സ്റ്റേജിലെ കാര്യമൊക്കെ ആയിട്ടാണ് ഞാൻ പറയണത്. അപ്പം അതായിരുന്നു പണ്ടത്തെ. പിന്നെ നമ്മൾ ചന്ദ്രിക സോപ്പ് ഇട്ട് കുളിക്കും, രാധാസ് ഇട്ട് കുളിക്കും അല്ലെ. അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടത്തിൽ കൂടെ അല്ലേ ഞാനൊക്കെ ജീവിച്ചു പോകുന്നത്. ഇപ്പം നമ്മളെല്ലാവരും ഇൻക്ലൂഡിങ് മീ വറീഡ് അബൌട്ട് നമ്മുടെ ചുളിവുകൾ. ഞാനൊക്കെ എപ്പോഴും എൻ്റെ മുഖത്തിൻ്റെ ഈ കണ്ണിൻ്റെ താഴേക്കുള്ള ചുളിവുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഐ ആം ഗെറ്റിംഗ് ഓൾഡ്. നമുക്കതൊന്നും മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. ഇതെല്ലാം ഈ ഫേസിൽ കൂടെ ഒക്കെ നമ്മൾ കടന്നു പോകേണ്ടവരാണ്. അപ്പം പണ്ട് നമ്മൾ പിമ്പിൾസിനെ പറ്റി ഓർത്ത് വിഷമിച്ചിരുന്നെങ്കിൽ
ഗെറ്റിംഗ് ഓൾഡ് ആയിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ റിങ്കിൾസിനെ പറ്റി ഓർത്ത് വിഷമിക്കുന്നു. എത്ര അർത്ഥവത്തായ ഒരു എഴുത്താണല്ലേ എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും നമ്മളിത് വായിച്ച് കേൾക്കുമ്പം നമുക്ക് ഒരു എന്താ പറയുന്നത്, ഒരു കുറച്ചും കൂടി ഒരു മനസ്സിലേക്ക് വരും നമ്മളിതെല്ലാം ഫേസ് ചെയ്യേണ്ടവരാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം വായിക്കുന്നില്ല കേട്ടോ. അടുത്ത് നോക്കട്ടെ, ഞാനിത് എടുത്തു വെച്ചിരിക്കുവാണേ ഏതൊക്കെ വായിക്കേണ്ടതെന്ന് നോക്കാനായിട്ട്. When I was young, I admired beautiful things. When I am old, I see beauty in things around me. നമ്മൾ ചെറുപ്പത്തിലായിരുന്നപ്പോൾ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ കാണാനായിട്ട് ആഗ്രഹിക്കുകയും അതിനെ നമ്മൾ അഡ്മയർ ചെയ്യുകയും ചെയ്യായിരുന്നല്ലേ. എത്ര നമ്മളെപ്പോഴും നല്ല പൂക്കളൊക്കെ കാണുമ്പോൾ പറയില്ലേ ഓ എന്ന് പറയത്തില്ലേ. അങ്ങനെ അത് കാണാനായിട്ട് നമ്മൾ കൊതിക്കും, അല്ലെങ്കിൽ നമ്മളത് തേടി പോവും. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കൂട്ടുകാരൊക്കെ പറയാണ് ഓ അവിടെ ഒരു നല്ലൊരു ഗാർഡൻ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ തിങ് ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ അവിടെ പോയി അത് കാണും. അപ്പം നമുക്ക് അതിനോടൊക്കെ ഒരു ഭയങ്കര ഒരു ആകർഷണം, ഒരു ആരാധനയൊക്കെയാണ്. പക്ഷെ നമ്മൾ ഗെറ്റിംഗ് ഓൾഡ് ആവുമ്പം നമുക്കിതൊന്നും പോയി കാണാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മുടെ ചുറ്റുവട്ടത്തും എന്താണോ ഉള്ളത് അതാണ് ബ്യൂട്ടിഫുൾ ടു അസ് അല്ലേ. ചിലപ്പോൾ നമ്മുടെ വീടായിരിക്കാം, നമ്മുടെ റൂമായിരിക്കാം, നമ്മുടെ മേശപ്പുറമായിരിക്കാം, അതിനകത്തുള്ള സാധനങ്ങളായിരിക്കാം. അപ്പം നമുക്ക് ഓൾഡ് ആവുന്ന സമയങ്ങളിൽ നമ്മൾ ഇതൊന്നും തേടി പോകാൻ പറ്റില്ല. അതിന് പകരമായിട്ട് നമ്മുടെ മുൻപിൽ എന്താണോ ഉള്ളത് അതാണ് നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്ന ഒരു മൊമെന്റ്. കറക്റ്റ് അല്ലേ? When I was young, I celebrated the moments. When I am old, I am cherishing my memories. നമ്മൾ ചെറുപ്പത്തിലായിരുന്നപ്പോൾ നമ്മുടെ ബർത്ത്ഡേസ്, അല്ലെങ്കിൽ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി, ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേ, ഹൗസ് വാമിങ്, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണല്ലേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണത്. ഈ ഒരു യുഗത്തിലാണെങ്കിൽ സെലിബ്രേഷനേ ഉള്ളൂ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈച്ച് ആൻഡ് ഒരു കല്യാണം വന്നിട്ടുണ്ടെങ്കിൽ അതിന് മുൻപ് തന്നെ എത്രയോ സെലിബ്രേഷനാണ്, കല്യാണം കഴിഞ്ഞ എത്ര സെലിബ്രേഷനാണ്, ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നതിന് എത്രയോ സെലിബ്രേഷനാണ്. ഇപ്പം സെലിബ്രേഷന്റെ കാലമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ ഓൾഡ് ആയി കഴിയുമ്പം ഐ എം ഓൾഡ്, ഐ എം ചെറിഷിങ് മൈ മെമ്മറീസ്. നമ്മൾ ഓൾഡായി കഴിയുമ്പോൾ നമ്മൾ ഏതൊക്കെയാണോ ആഘോഷിച്ചിരുന്നത് പണ്ട്, ആ ഒരു മെമ്മറികളെല്ലാം നമ്മൾ ചെറിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ഓർത്ത് സന്തോഷിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നത്. നമുക്ക് ഇപ്പം പെട്ടെന്ന് പോയി ഒരു ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേയോ അങ്ങനെയൊന്നും കൂടാൻ പോകാൻ പറ്റില്ലല്ലോ നമ്മൾ ഓൾഡായിരിക്കും. അപ്പം നമ്മൾ നമ്മുടെ ആ മൊമെന്റ്സ് എന്തൊക്കെയായിരുന്നു, നമ്മൾ ഹാപ്പി ആയിരുന്ന മൊമെന്റ്സ്, അതെല്ലാം നമ്മളിങ്ങനെ ചെറിഷ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ when I was young, I wanted to be a heartthrob. When I am old, I am worried when will my heart stop. അത് വേണ്ട അല്ലേ, അത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയാനായിട്ട്. When I was young, I was waiting to hold someone's hand. When I am old, I am waiting for someone to hold my hand. അത് കറക്റ്റ് അല്ലേ? നമ്മൾ പ്രായമാകുമ്പം നമ്മളിങ്ങനെ നോക്കുമല്ലേ നമ്മുടെ കൈ പിടിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോയെന്ന്. അതൊക്കെ ശരിക്കും അർത്ഥവത്തായ കാര്യങ്ങളാണ്. നമ്മൾ ഈ ഇടയ്ക്ക് ഒരു അപ്പൂപ്പൻ്റെ ഒരു ഇത് എല്ലാവരും കണ്ടതായിരിക്കും. 2 മക്കളുണ്ടായിരുന്നു, പക്ഷെ അപ്പൂപ്പനെ നോക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം ഗാന്ധി ഭവൻ ഏറ്റെടുത്തു, അതെല്ലാവരും കണ്ടതായിരിക്കും. നമ്മളെയൊക്കെ കരളലിയിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ അപ്പം അപ്പൂപ്പനിപ്പോൾ സേഫാണ്. പണ്ട് നമ്മുടെയൊക്കെ യങ് സമയത്ത് ഇങ്ങനെയൊക്കെയുള്ളൊരു ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ ഇപ്പം അറ്റ്ലീസ്റ്റ് നമുക്ക് ഇങ്ങനെയുള്ള നല്ല നല്ല സ്ഥാപനങ്ങളുണ്ട്, നമ്മുടെ പേരൻസിനെ ഒക്കെ സേഫ് ആയിട്ട് ആക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പം നമ്മൾ ഓൾഡ് ആവുമ്പം നമ്മുടെ കൈ പിടിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മളിങ്ങനെ കാത്തിരിക്കും അല്ലേ. കറക്റ്റ് അല്ലേ? When I was young, I wanted my parents to leave me alone. When I am old, I am worried to be left alone. അത് കറക്റ്റാണ്. നമ്മൾ ചെറുപ്പത്തിലായിരുന്നപ്പം പേരൻസ് എപ്പോഴും നമ്മുടെ കൂടെ ഓരോ കാര്യങ്ങൾ പറയൂല. അപ്പം നമ്മൾ വിചാരിക്കും ഓ ഇവരെ അങ്ങ് മാറിപ്പോയിരുന്നെങ്കിൽ നമുക്കൊന്ന് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, സ്വതന്ത്രമായിട്ട് എവിടെയെങ്കിലും പോകാമായിരുന്നു. അത് ടീനേജ് പ്രായത്തിലൊക്കെ നമുക്ക് തോന്നുന്നതാണെന്ന്. പക്ഷെ നമ്മൾ ഒരു ഒരു ഏജ് ആയി കഴിയുമ്പം നമ്മൾക്ക് വറിയാണ്, അയ്യോ ആരും നമ്മുടെ കൂടെ ഇല്ലല്ലോ, നമുക്കൊന്ന് സംസാരിക്കാൻ, നമുക്കൊന്ന് അടുത്തിരിക്കാനായിട്ട് ഒന്ന് ഇല്ലല്ലോ എന്ന് നമ്മളിങ്ങനെ ഓർത്തു പോവും. ഇതൊക്കെ വളരെ വളരെ ആപ്റ്റായിട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. When I was young, I hated being advised. When I am old, there is no one around me to talk or advise. നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് നമ്മുടെ പേരൻസ്, നമ്മുടെ ചേച്ചിമാർ, ചേട്ടന്മാർ, അയൽവക്കത്തുള്ളവർ
ഇവരൊക്കെ നമുക്ക് പലതരത്തിലുള്ള അഡ്വൈസ് തരും അല്ലേ. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, നല്ല കുട്ടിയായിരിക്കണം, പഠിക്കണം, ജോലി കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അഡ്വൈസ് നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ ഒരു സമയത്ത് നമ്മൾ ഓൾഡായി കഴിയുമ്പം നമ്മുടെ കൂടെ ആരും ഇല്ല ശരിക്കും പറഞ്ഞാൽ, നമ്മളോടൊന്ന് സംസാരിക്കാനായിട്ടോ നമ്മുടെ കൂടെ ഇരിക്കാനായിട്ടോ. നമുക്ക് പ്രായമാവുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടത് ആരുടെയെങ്കിലും ഒരു സാമീപ്യമാണ്, ആരുടെയെങ്കിലും ഒരു സാന്നിധ്യം, കുറച്ച് സമയം ആരുടെയെങ്കിലും. അതാണ് ഇപ്പം എല്ലായിടത്തും ഇല്ലാതെ പോകുന്നത്. അപ്പം അങ്ങനെ ഞാൻ കുറച്ചൊന്നും വായിച്ചില്ല കേട്ടോ. കുറച്ച് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇമോഷണലായി പോകും. ഞാൻ വായിച്ചില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങളെ ഞാൻ വായിച്ചുള്ളൂ. അത് എല്ലാം വളരെ കറക്റ്റായിട്ട് എനിക്ക് തോന്നി. ഞാനും നിങ്ങളും എല്ലാവരും കടന്നു പോകേണ്ട ഓരോ ഫേസാണത്. അപ്പം ഇതൊന്നും ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നമ്മുടെ പ്രകൃതിയുടെ ഓരോ എന്താ പറയുക പ്രതിഭാസങ്ങളാണ്. അല്ലെങ്കിൽ നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പം ദൈവം നമുക്ക് ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നിരിക്കുന്നതും നമ്മൾ കടന്നു പോകേണ്ട വഴികളും ഇതുപോലെ തന്നെയാണ് എന്ന് വിചാരിച്ച് നമ്മൾ ലൈഫ് സന്തോഷിക്കാതിരിക്കരുത്. നമുക്ക് കിട്ടുന്ന ഓരോ മൊമെന്റും അല്ലെങ്കിൽ ഓരോ ദിവസവും ഓരോ മണിക്കൂറും എല്ലാം നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് സന്തോഷമായിട്ടിരിക്കാനായിട്ട് എവിടെയാണോ നമുക്ക് സന്തോഷം. ചിലർക്ക് തനിച്ചിരിക്കുന്നത് സന്തോഷമായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ചിലർക്ക് ഹസ്ബൻഡിന്റെ കൂടെ ഇരിക്കുന്നത്, വൈഫിന്റെ കൂടെ ഇരിക്കുന്നത്, മക്കളുടെ കൂടെ ഇരിക്കുന്നത്, കൂട്ടുകാരുടെ കൂടെ പോകാനായിട്ട്, ഷോപ്പിങ്ങിന് പോകാനായിട്ട്, അല്ലെങ്കിൽ ഗാർഡനിൽ പോയിരിക്കാനായിട്ട്, ചിലർക്ക് പള്ളിയിൽ പോയിട്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അമ്പലം, മോസ്ക്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ചിലർക്ക് പ്രാർത്ഥനയെ പറ്റി, ബൈബിളിനെ പറ്റി പറയാനായിട്ടുള്ളത്, ഭഗവത്ഗീതയെ പറ്റി പറയാനുള്ളത്, ഖുറാനെ പറ്റി പറയാനുള്ളത്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുമ്പോഴാണോ, അല്ലെങ്കിൽ ചാരിറ്റി ചെയ്യുമ്പം, അല്ലെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ടീച്ചേഴ്സിന് കിട്ടുന്ന ഒരു ഇത്, അല്ലെങ്കിൽ ഡോക്ടേഴ്സ്, നേഴ്സസ്, ഈവൻ പ്ലംബിംഗ് ആ ജോബ്. ഇന്ന് ഞാനൊരു ട്രെയിനിങ്ങിന് പോയിരിക്കുമായിരുന്നേ. അപ്പം ഞങ്ങളുടെ ജോലിയുടെ സംബന്ധമായിട്ടുള്ളൊരു ട്രെയിനിങ് ആയിരുന്നു. അപ്പോൾ ആ ട്രെയിനർ പറയുമായിരുന്നു, അദ്ദേഹത്തിന്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരു പ്ലംബിംഗ് ജോലിക്ക് വരുന്ന ഒരു ഇംഗ്ലീഷുകാരനാണ്. ആ ഇംഗ്ലീഷുകാരൻ അദ്ദേഹത്തിന് ടോട്ടൽ ഹിപ്പ് റിപ്ലേസ്മെന്റ് കഴിഞ്ഞു. അപ്പൊ പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു കുറച്ചു നാളത്തേക്ക് ജോലിക്ക് പോകരുതെന്ന്. പക്ഷെ അദ്ദേഹം പറയുക, അദ്ദേഹത്തിന് പിന്നെയും ഈ പ്ലംബിംഗ് ജോലി ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. എന്നിട്ട് അയാൾ ഇപ്പോൾ ഇത് റീസ്റ്റാർട്ട് ചെയ്തു ജോലി. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏജ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഇപ്പൊ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ സ്റ്റില്ല് അദ്ദേഹത്തിന് സന്തോഷം കിട്ടണമെങ്കിൽ ആ പ്ലംബിംഗ് ജോബിന് തന്നെ പോകണം. ശരിക്കും നമുക്കും അങ്ങനെയാണല്ലേ. നമുക്ക് ഏത് ജോലിയിലാണോ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ, ഏത് ജോലിയിലാണോ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം, അതാണ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ. അപ്പോഴാണ് നമ്മുടെ ജീവിതം കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് പോകാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഇത് വായിച്ചത് നമുക്ക് ആർക്കും വിഷമിക്കാനല്ല, ഇതെല്ലാം നമുക്ക് അറിവ് കൂടുതൽ കിട്ടാനായിട്ടാണ്. എല്ലാം നമുക്ക് അറിവുള്ളതാണെങ്കിലും ഇങ്ങനെ വായിച്ച് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ ചേച്ചി ഈ ഗ്രൂപ്പിലിട്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊന്നും കൂടി വായിച്ചപ്പോൾ നമുക്കൊരു ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. അപ്പം അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തതാണ് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ നിങ്ങൾക്കുടെ മനസ്സിൽ തോന്നിയൊരു കമൻറ്റ് ഇതിനകത്ത് ഇടണേ. അപ്പോൾ താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.